ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇവിടെ ഒരു അനാറൊക്കെ ഇങ്ങനെ അതിൻ്റെ സീഡെല്ലാം എടുത്തുകൊണ്ടിരിക്കുവാണേ. നല്ല നല്ല നിറത്തിലുള്ള നല്ല അനാറുകൾ കേട്ടോ. ഏതായാലും ഈ പ്രാവശ്യം വാങ്ങിച്ചത് നല്ലത് കിട്ടി. ചിലത് സമയത്ത് നമുക്ക് വെള്ള കളറുള്ളതൊക്കെ കിട്ടുവേ. ഇത് നല്ല ഇതായിട്ട് കിട്ടി. ഇത് ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴല്ലോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മകൾ വരുന്നത്, നമുക്ക് നാട്ടിലും ഈ അനാർ കിട്ടുന്ന ചില സ്ഥലങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ചെറുപ്പകാലത്തൊന്നും ഈ അനാറൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ ഡൽഹിയിലൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ അനാറൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. അവിടെ നാട്ടിൽ നമുക്ക് നല്ല ചക്കപ്പഴം, ഇപ്പം ചക്കപ്പഴത്തിൻ്റെ സമയമല്ലേ എൻ്റെ ദൈവമേ, ഓരോരുത്തരൊക്കെ ചക്കപ്പഴം തിന്നുന്നത് കാണുമ്പോഴത്തേക്ക് വായി വെള്ളം വരും ഇവിടെ. അതൊക്കെ ഇങ്ങനെ വെട്ടിയെടുത്ത് അതിൻ്റെ അരക്കൊക്കെ തൂത്ത്, എന്താണല്ലേ. ഇപ്പം ചക്കപ്പഴം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമുകളായിരിക്കും എല്ലാവരും അല്ലേ. അത് ഓർക്കുമ്പോൾ തന്നെ വായി വെള്ളം വരുവാണേ. അത് വേയിച്ചങ്ങോട്ട് കഴിക്കുന്നതും അതിൻ്റെ പഴം കഴിക്കുന്നതും. ചിലർക്ക് ഇപ്പോൾ അതിനെ ആ പ്രാവെ വെച്ച് തന്നെ വെട്ടി നമ്മളെ കാണിക്കും കേട്ടോ. എനിക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാണ്. ദൈവമേ, ആ പ്രാവിനെ നോക്കത്തില്ലേ എന്നൊക്കെ എൻ്റെ മനസ്സിലുള്ള വേദന കേട്ടോ. ഞങ്ങളൊക്കെ അതിനെ വെട്ടി പണ്ടൊന്നും നമ്മളങ്ങനെ കഴിച്ചിട്ടില്ല. അതേ വെച്ച് തന്നെ ചുവട്ടി കൊണ്ടുവന്നിട്ട് നമ്മളതിനെ വെട്ടി കഴിക്കുന്നതൊക്കെ ആയിരുന്നു കണ്ടിട്ടുള്ളത്. അന്നേരം ഇപ്പം നമുക്കിവിടെ ചക്കപ്പഴം കിട്ടും. പക്ഷേ മുഴുവനും അങ്ങ് ഭയങ്കര സംതൃപ്തിയോട് ആത്മഹത്യത്തിലോട് കഴിക്കാനുള്ളത് നമുക്ക് കിട്ടത്തില്ല. കുറച്ചേ കിട്ടത്തുള്ളൂ. നല്ല വിലയുമാണ്, കുറച്ചേ കിട്ടത്തുള്ളൂ. അത് കാരണം നമ്മൾ ഇതിനകത്തൊക്കെ അങ്ങ് ആത്മസംതൃപ്തി നേടാമെന്ന് കണ്ടിരിക്കുവാണേ. അതുകൊണ്ടാണ് ഞാൻ പോയി അനാറ് വാങ്ങിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ എനിക്ക് ചക്കപ്പഴവും കിട്ടി. അവിടുന്ന് ഡ്രൈ ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്, അതും കിട്ടി കേട്ടോ. അതിന് പക്ഷെങ്കിൽ വലിയ ചക്കപ്പഴത്തിൻ്റെ രുചിയൊന്നുമില്ല, ഒരു ഉണങ്ങിയിരിക്കുന്ന ഒരു ചക്കപ്പഴത്തിൻ്റെ രുചിയാണ്. ഇപ്പോൾ എല്ലാവരും നാട്ടിൽ ചക്കപ്പഴമൊക്കെ കഴിച്ച് സംതൃപ്തമായിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇതുകൊണ്ടൊക്കെ അങ്ങ് തൃപ്തി നേടാം, ശരിയല്ലേ? പക്ഷേ ഇതിനൊത്തിരി ഗുണങ്ങളുണ്ട്, ചക്കയ്ക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. ശരിക്കും ഞാൻ പറഞ്ഞാലുണ്ടല്ലോ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം മുതലേ ചക്കയുടെ മധ്യത്തിലാണ് വളർന്നതെന്ന് പറയാമേ. വീട്ടിലൊക്കെ 5-8-10 പ്ലാവുണ്ട്. അങ്ങനെ എപ്പോഴും ചക്ക കപ്പ എല്ലാമായിട്ട് നമ്മൾ ഇഷ്ടം പോലെ കഴിച്ചെങ്കിൽ ഇപ്പോഴും ആ ചക്കയുടെയും കപ്പയുടെയും ഒക്കെ ആ ഒരു ടേസ്റ്റ് വായിന്ന് ഇപ്പോഴും വരുമല്ലേ. ആർക്കെങ്കിലും അത് തീർന്നിട്ടുണ്ടോ? ആ ചക്കൻ്റെ ടേസ്റ്റും അതിനോടുള്ള കൊതിയൊക്കെ തീർന്നിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല കേട്ടോ. എനിക്ക് അന്നൊക്കെ ചക്ക തന്നെ, നിങ്ങളുടെ വീട്ടിൽ ചക്കയായിരുന്നോ? ഞങ്ങളുടെ വീട്ടിൽ വലിയ അപ്പമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നവരൊക്കെ ഇപ്പം ചക്കയെന്ന് പറഞ്ഞാൽ ഭയങ്കര 5 സ്റ്റാർ ഹോട്ടലിലെയൊക്കെ ഒരു എഫക്റ്റ് പോലെയാണ് വരുന്നത്. എന്നാൽ എല്ലാവരും നാട്ടിൽ ചക്കയൊക്കെ കഴിക്കുമ്പോൾ ഞങ്ങൾ ഇതുകൊണ്ട് ഇവിടെ തൃപ്തരായിട്ട് കേട്ടോ. ഓക്കെ, എന്നാൽ ശരി.